ഹായ് ഹലോ, ഇന്ന് ഞാൻ എൻ്റെ ഫേസ് ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്നറിയാമോ? അതെ, കൊറിയൻ ഗ്ലാസ് സ്കിന്നാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊറിയക്കാരുടെ സ്കിന്ന്. ഞാൻ എപ്പോഴും വിചാരിക്കും ഇവരുടെ ഫേസൊക്കെ എന്താണ് ഇത്ര ഗ്ലാസ് ടൈപ്പിലിരിക്കുന്ന. മേക്കപ്പ് ഉണ്ടാവും, പക്ഷേ ഒറിജിനലി അവരുടെ ഫേസ് ഇത്തിരി ഗ്ലോ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ കൊണ്ടുള്ള ഒരു മെത്തഡാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിന് കുറച്ച് കപ്പ് റൈസ് എടുക്കുക, കുറച്ച് റൈസ്, ഒരു 2 സ്പൂൺ റൈസ് ആയാലും മതി. നല്ലതായിട്ട് ഇച്ചിരി വേവിച്ച റൈസ് ആയിരിക്കണം. അതും അതിലൂടെ നമ്മുടെ പാലുണ്ടല്ലോ, ഞാൻ ഇന്നത്തെ കവർ പാലാണ് എടുത്തിരിക്കുന്നത്. അത് രണ്ടും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. ആ കുഴമ്പ് രൂപത്തിലാക്കിയാലും നമ്മുടെ ചോറിൻ്റെ ചെറിയ ചെറിയ തരികൾ ഉണ്ടാവണം. എന്നാലേ നമുക്കത് ഉണങ്ങി കഴിയുമ്പോൾ സ്ക്രബ് ചെയ്യാൻ നല്ലതായിട്ട് ആവത്തുള്ളൂ. ഇതിൻ്റെ കൂടെ തേനും കൂടെ ചേർത്താൽ നല്ലതായിരിക്കും. ഞാൻ തേൻ ചേർത്തിട്ടില്ല, ഞാൻ ഇത് ചേർക്കുന്നതാണ് എനിക്ക് നല്ല എഫക്റ്റായിട്ട് തോന്നിയത്. ഇത് നമ്മൾ ആഴ്ച ഒരു 2-3 ദിവസം ചെയ്ത്, മാക്സിമം ഒരു 3 ദിവസം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് സ്കിന്നിലുണ്ടാകുന്ന അതൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഞാൻ എൻ്റെ ഫേസിൽ ഫുള്ള് കഴുത്തിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. അതും നല്ലൊരു പരിപാടിയാണ്. നമ്മുടെ കൈമുട്ടിൽ തേച്ച് പിടിപ്പിക്കാം. എന്നു വെച്ചാൽ ഒരു കാലം ചോറെടുത്ത് നമ്മുടെ ദേഹത്ത് മുഴുവൻ അരച്ച് പേസ്റ്റാക്കി വെക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. നമുക്ക് അത്യാവശ്യം ഗ്ലോ എവിടേക്കാണോ വേണ്ടത് അവിടെയൊക്കെ തേച്ച് വയ്ക്കാം. എനിക്ക് ഫേസിൽ നല്ല ഗ്ലോ വേണമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നല്ലതായിട്ട് ഫേസിൽ വെച്ചതിന് ശേഷം ഒരു 10-15 വേറി വന്ന ഒരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം, ഉണങ്ങിയതിന് ശേഷം അതായത് നല്ലതായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുക. വാഷ് ഔട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും എനിക്ക് ഇങ്ങനത്തെ റിസൾട്ടാണ് കിട്ടിയത്. നമുക്ക് പെട്ടെന്ന് എന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു മാറ്റം അറിയാൻ പറ്റും. അപ്പോൾ തന്നെ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് നല്ല പറഞ്ഞാൽ എന്നാലും അറിയാൻ പറ്റും. കണ്ടോ, കുറച്ചൊക്കെ നല്ലതായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. ആദ്യത്തെക്കാളും അല്ല, ഇപ്പോൾ കഴുകി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേസ് കാണുമ്പോൾ അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളുക. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. അപ്പോൾ ആരും ഇത് മിസ് ഔട്ട് ആക്കരുത്. എല്ലാവരും ഇന്ന് തന്നെ ഈ വീഡിയോ കണ്ട് സാധനം വാങ്ങിച്ച് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്ത് തുടങ്ങിക്കോളൂ. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.